നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹാവ് ഉപയോഗിച്ച് ചോദിക്കണോ, ഡു ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കണോ എന്നൊക്കെയാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് ഡിഡ് ഉപയോഗിച്ചിട്ടാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്, ഹാഡ് ഉപയോഗിച്ചിട്ടാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്നാണ്. അത് പലർക്കും എപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്ക് നോക്കാം. ഡിഡ് ഉപയോഗിച്ച് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. ഹാഡ് ഉപയോഗിച്ച് നമ്മൾ ചോദിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, ഡിഡ് പാസ്റ്റാണ്, ഹാഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ടെൻസൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഹാഡ് ഉപയോഗിച്ച് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്. ഹാഡ് ഉപയോഗിച്ചാൽ വേർബ് എപ്പോഴും തേർഡ് ഫോമിലാണ്. ഹാഡ് ഷീ കംപ്ലീറ്റഡ് ഹർ ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ടീച്ചർ വരുന്നതിന് മുമ്പേ തന്നെ അവൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോംവർക്ക്. ഹാഡ് ഷീ കംപ്ലീറ്റഡ് ഹർ ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ആദ്യത്തെ സെൻറ്റൻസ് നമ്മൾ ഹാഡ് ഉപയോഗിച്ചു, രണ്ടാമത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആക്കി. ഹാഡ് യു എവർ ബീൻ ടു എ വാട്ടർ പാർക്ക് ബിഫോർ ദിസ് ട്രിപ്പ്. ഈ ട്രിപ്പിന് മുമ്പ് എപ്പോഴെങ്കിലും നീ പോയിട്ടുണ്ടായിരുന്നോ വാട്ടർ പാർക്കിൽ? ഹാവ് യു എവർ ബീൻ ടു എ വാട്ടർ പാർക്ക് ബിഫോർ ദിസ് ട്രിപ്പ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ലേ? എവർ ബീൻ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്നാണ് അർത്ഥം, എവർ ബീനിൻ്റെ അർത്ഥം. അതാണ് നമ്മൾ ഇത് നമ്മൾക്ക് ചോദിക്കുകയാണ്, ഹാഡ് യു അവർ ബീൻ ടു എ വാട്ടർ പാർക്ക് ബിഫോർ ദിസ് ട്രിപ്പ്. ഈ ട്രിപ്പിന് മുമ്പ് എവിടെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നു. എവർ ബീൻ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും പോയിട്ടുണ്ടായിരുന്നോ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ട്രിപ്പിന് മുമ്പ് വാട്ടർ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നോ? ഹാഡ് യു എവർ ബീൻ ടു എ വാട്ടർ പാർക്ക് ബിഫോർ ദിസ് ട്രിപ്പ്. നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് നമുക്ക് ചോദിക്കേണ്ട സാഹചര്യത്തിലാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്. അത് ഓർത്തു വെക്കാം. പക്ഷെ ഡിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിളായിട്ട് ചോദിക്കണം. ഡിഡ് യു കംപ്ലീറ്റഡ് ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? എപ്പോഴും നിങ്ങൾ വരുത്തുന്ന തെറ്റാണ്. ഡിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് വേണ്ട. ഡിഡ് കഴിഞ്ഞാൽ വേർബ് ഫസ്റ്റ് ഫോമിൽ തന്നെ. ഡിഡ് യു കംപ്ലീറ്റ് ഹോംവർക്ക്, നീ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തോ, ഇത്രയേ ഉള്ളൂ. ഡിഡ് യു ഗോ ടു സ്കൂൾ, സ്കൂളിൽ പോയോ? യെസ്റ്റർഡേ, ഇന്നലെ. അപ്പോൾ നടന്നു കഴിഞ്ഞ എന്ത് കാര്യത്തെക്കുറിച്ചും നമുക്ക് സിമ്പിൾ സെൻറ്റൻസിൽ ചെയ്തോ, പറഞ്ഞോ, കളിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഡിഡ് ഉപയോഗിക്കാം. പക്ഷെ രണ്ട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഹാഡ് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്കൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ്, ഐ ഹാഡ് എ പെൻ, എനിക്കൊരു പേനയുണ്ടായിരുന്നു. അപ്പം നമുക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്, നിനക്ക് പേനയുണ്ടായിരുന്നോ? അപ്പം നമ്മൾ പൊതുവെ ഹാഡാണല്ലോ വന്നത്, അപ്പോൾ ഹാഡ് ഉപയോഗിച്ച് തന്നെ ചോദിക്കാം. ഹാഡ് യു എ പെൻ എന്ന് ചോദിക്കാം. അങ്ങനല്ല, ഡിഡ് യു ഹാവ് എ പെൻ, പേനയുണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് എ ഹൗസ്, ഹൗസ് ഉണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് എ ടൈം, ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനങ്ങൾ, വസ്തുക്കൾ നമുക്കുണ്ടായിരുന്നോ എന്ന് ചോദിക്കാം. നമ്മൾ ഹാഡല്ല ഉപയോഗിക്കേണ്ടത്, ഡിഡ് യു ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഓർക്കുക, നടന്നു കഴിഞ്ഞ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ ഹാഡ് ഉപയോഗിക്കണം. സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കണമെങ്കിൽ ഡിഡ് ഉപയോഗിക്കണം. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ ഡിഡ് യു ഹാവ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വളരെ ചെറിയൊരു വീഡിയോ ആണിത്, പക്ഷേ അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കേൾക്കുക, പഠിക്കുക. എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ ഹാഡ് ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഏറ്റവും കംഫർട്ടബിളാക്കി ചോദിക്കാൻ പറ്റുന്നത് ഡിഡ് യു ഹാവ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് മറന്നു പോവില്ലല്ലോ, ഹാഡാണോ ഡിഡാണോ ഡിഡ് യു ഹാവ് ആണോ എന്നുള്ളത്. ഇന്ന് എൻ്റെ കയ്യിൽ എൻ്റെ മൈക്ക് ഒന്നുമില്ലായിരുന്നു, അതുകൊണ്ട് സൗണ്ടിൻ്റെ ചെറിയ പ്രശ്നം, കയ്യിലിരുന്ന് ഫോൺ അനങ്ങുന്നുണ്ട്, അതൊക്കെയുണ്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ക്ലാസ് കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ചെറുതാണ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.